셋, 박! 안녕하세요, 박찬선입니다. 둘, 셋, 박! 안녕하세요, 박찬선입니다. ആരാണ് BTS എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. എന്നാൽ എന്താണ് BTS എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഒരു BTS ഫാനില്ലാത്ത ഒരാൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സോ അതിനു മുമ്പ് ഇവരാരൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് നമുക്കൊരു ധാരണ വേണം. കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് ഇവരെല്ലാവരും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അതിപ്പോ അമേരിക്കക്കാരുടെ കണിയോട് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യക്കാരെല്ലാവരും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ആഫ്രിക്കക്കാരുടെ കണിയോട് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കക്കാർ എല്ലാവരും ഒരേപോലെയാണ് ഇരിക്കുന്നത്. സോ അതിലൊന്നും ഇവിടെ ഒരു എന്താ പറയാ പ്രസക്തി ഇല്ല. സോ എന്നാലും ഞാൻ പറയുന്നു, കിം നംജൂൺ, കിം സോക്ജിൻ, മിൻ യുങ്കി, ജങ് ഹൊസോക്, പാക് ജിമിൻ, കിം ടേയോങ്, ജങ് ജങ്കുക്, ഇവർ 7 പേരടങ്ങുന്ന ഒരു പോപ്പ് ബാൻഡാണ് BTS അഥവാ ബാങ്താൻ സോങ്യോത്ത. ഇനി എന്തുകൊണ്ടാണ് ഇവരെ ഫാൻസിന് ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ കാരണം? ഇവർ ഈ ലോകത്തിന്റെ ഒരു കോർണറിൽ കിടന്നു വെച്ചാൽ സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ന് വേൾഡ് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ എത്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം അല്ല. അതിപ്പോ നമുക്കിപ്പോ സ്വന്തമായിട്ട് തോന്നാറുണ്ട്, നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ആക്ട്, ഒരു ഡാൻസർ, അവര് വെസ്റ്റിൽ പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ പോയി ജസ്റ്റ് ഒന്ന് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇതുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സൗത്ത് കൊറിയ കിടക്കുന്ന ഒന്നുമില്ലായ്മയെന്ന് വന്ന ഒരു 7 കുട്ടികൾ അവരെ കുട്ടികളെന്ന് തന്നെ വിളിക്കുന്നത്. കാരണം അവര് ഇതിൽ വരുമ്പോൾ അവർക്ക് ജസ്റ്റ് 13 വയസ്സും 17 വയസ്സ് വരെയാണ് അവരുടെ പ്രായം. സോ അത്രത്തോളം കഷ്ടതകൾ അനുഭവിച്ചിട്ട് ഇന്ന് അവര് വേൾഡിലെ ഏറ്റവും വലിയ ബോയ് ബാൻഡായിട്ട് വന്ന് നിൽക്കുക. ഇനി എന്താണ് അവരുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം? അതിൽ ഒരു ഫാക്ടർ, യെസ്, അവർ ഫസ്റ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ അവരുടെ ലുക്ക് തന്നെയായിരിക്കും. ഏതൊരാളെയും അവരുടെ ഫസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്കാണ്. അത് ഒരു ഹ്യൂമൻ ഒരു സൈക്കോളജി ഫാക്ടർ ആണ്. ഒരാളെ നമുക്ക് കാണുമ്പോൾ അയാളുടെ ലുക്കാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കും. സോ അയാളുടെ ലുക്ക് വെച്ചിട്ട് പലരും ഇവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഒരു ഫാക്ടർ. അത് പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം അവർ അത്ര ബ്യൂട്ടിഫുൾ ആണ്. അത് വേറൊരു കാര്യം. രണ്ടാമത്തെ കാര്യം അവരുടെ ആറ്റിറ്റ്യൂഡ്. അവർക്ക് എല്ലാ കാര്യങ്ങളോടും ഭയങ്കര പോസിറ്റീവ് ആയിട്ടൊരു ആറ്റിറ്റ്യൂഡ് ആണ്. അതിപ്പോ ലവിനോടായാലും ശരി, ഹെയ്റ്റിനോടായാലും ശരി, ക്രിറ്റിസിസത്തിനോടായാലും ശരി, എല്ലാ കാര്യങ്ങളും അവർക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അവർ പറയുന്നത് അതിൽ നിന്ന് ഞങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങൾ പഠിക്കുന്നുണ്ട്, ഞങ്ങൾ അത് മാറ്റാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതിനു വേണ്ടി എന്ന് അവർ പറയും. അവരത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിന് ഭയങ്കര എക്സാമ്പിൾ ആയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ എടുത്ത് പറയാം, പക്ഷെ ഞാനത് പറയുന്നില്ല. ഓക്കെ, ഇനി ഇതിനൊക്കെ പുറമെ ഒരു വലിയ കാര്യം, അവരുടെ പാട്ടുകളിൽ കൂടി അവര് ആ പാട്ട് കേൾക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു കംഫർട്ട്, ഒരു സെക്യൂരിറ്റി, പിന്നെ ഹാപ്പിനെസ്. ഇവരുടെ എല്ലാ പാട്ടും ഒരു മെസ്സേജ് ഉണ്ടാവും. അത് നമ്മുടെ സാധാരണ നമ്മൾ ജനറലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയുടെ ഭയങ്കര എക്സ്പോസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ്, വുമൺ, സെക്സ്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ലാതെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജസ് ലൈക്ക് ലവ് യു സെൽഫ്. അതാണ് എനിക്ക് ഓർമ്മയിൽ വരുന്ന ആദ്യത്തെ മെസ്സേജ്. അതാണ് അവരുടെ ഏറ്റവും വലിയ മെസ്സേജ്, ലവ് യു സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനത്തെ മെസ്സേജസ് ലോകത്തിൽ കൊടുക്കുന്ന സിംഗേഴ്സ് ആക്ടേഴ്സ് ഭയങ്കര കുറവാണ്. അത് ഒരു കാര്യം. ഇനി അതായിരിക്കും ചിലപ്പോൾ ഇവർക്ക് ലോകത്തിൽ ഇത്ര വലിയൊരു ഫാൻ ബേസ് വരാൻ കാരണം, അല്ലെങ്കിൽ അവർ ലോകത്തിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിച്ചേക്കുന്ന ഏറ്റവും വലിയ കാര്യം ചിലപ്പോൾ അതായിരിക്കും. ഇവരിൽ പലരും പല സ്ട്രഗിൾസും, നമ്മൾ തന്നെ ഫേസ് ചെയ്യുന്ന പല സ്ട്രഗിൾസും ഫേസ് ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഡിപ്രഷൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ എന്ത് ഇഷ്യൂസ് ആണെങ്കിലും അതെല്ലാം സഹിച്ച ഒരാളെങ്കിലും ആ ഗ്രൂപ്പിലുണ്ടാവും. നന്ദലസ് എല്ലാവരും എല്ലാം സഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു. ഇനി പറയാണ്ടിരിക്കാൻ പറ്റാത്തത് ഇവരുടെ ഫാൻ ബേസിനെ കുറിച്ചിട്ടാണ്. ഇവർക്ക് ഒരു ഒഫീഷ്യൽ ഫാൻഡം ഉണ്ട്, BTS ആർമി. ഈ ഫാൻ ബേസ് ഒരു ചുരുക്കം അല്ലെങ്കിൽ ഒരു ലോകത്തിന്റെ ഒരു ഭാഗത്ത് മാത്രം കിടക്കുന്ന ഒരു ഫാൻ ബേസ് അല്ല. ഇത് ലോകം മൊത്തം ഗ്ലോബലി സ്പ്രെഡ് ആയി കിടക്കുന്ന ഒരു ഹ്യൂജ് ഫാൻഡം ഉണ്ട്. അതിവിടെ ഇനി കേരളത്തിലുണ്ടെന്ന് ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത്. ഈ അടുത്ത് മീൻസ് 2 കൊല്ലം മുമ്പാണ് ഞാൻ അറിയുന്നത്. കാരണം അത്ര ബാക്കിലോട്ടൊന്നും എനിക്ക് BTSനെ അറിയില്ല ആ ടൈമിൽ. പക്ഷെ 2 കൊല്ലം മുമ്പ് നമ്മുടെ ഇവിടെ ഒരു BTSന്റെ ഒരു ഫിലിം, ഒരു കോൺസെർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ടായി. ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളത്. അത് ലവ് യു സെൽഫ് കോൺസെർട്ട് എന്ന് പറയുന്ന ലവ് യു സെൽഫിന്റെ ഒരു കോൺസെർട്ട് ആയിരുന്നു. അതിന്റെ ഒരു കോൺസെർട്ട് ഷോ അവർ നമ്മുടെ PVR, ലുലു മാൾ, അതേപോലെ തന്നെ സെൻട്രൽ സ്ക്വയർ, ഇങ്ങനെ ഒരുപാട് മാൾസിൽ ഒരു ദിവസത്തേക്ക് വേണ്ടി 3 ഷോസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരെണ്ണം കാണാൻ പോകുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഞാൻ പോകുന്നുണ്ട്. അന്ന് അവിടെ ചെന്നപ്പോ ഞാൻ കണ്ട കാഴ്ച ഇതാണ്. സത്യം പറഞ്ഞാൽ
എനിക്ക് ഇപ്പോഴും രോമാഞ്ചം വരാം. അത്രയ്ക്ക് ഞാൻ ഞെട്ടിപ്പോയ ഒരു അവസ്ഥയാണ്. കണ്ടു. ഇത് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ സിനിമയുടെ അല്ലെങ്കിൽ ഒരു മമ്മൂക്കയുടെ സിനിമയുടെ ഫസ്റ്റ് ഡേ ഷോസിനാണ്. ഇത് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ് അവരുടെ ഇമ്പാക്ട്, അവരുടെ സോഷ്യൽ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്നത്. ഈ ഇടയിൽ കാണുന്ന ഒരുപാട് ട്രോൾസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പേഴ്സണലി എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത, അല്ലെങ്കിൽ എന്റെ ഉറക്കങ്ങളെന്നൊക്കെ പറയില്ല, അത്രയ്ക്ക് എന്നെ ഭയങ്കരമായിട്ട് ബോധർ ചെയ്ത ഒരു കാര്യം. നമ്പർ 1 ഫാക്ടർ, അവര് ഗെയ്സ് ആണെന്ന് പറഞ്ഞത്, അവര് ഹോമോഫോബിക് ആണെന്നുള്ള പറഞ്ഞത്. അവരല്ല ഹോമോഫോബിക്, ഈ ട്രോൾസ് ഇറക്കുന്ന ആൾക്കാരാണ്. ജെൻഡേഴ്സിന് ഇത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന യൂത്ത് എൻഡ് എന്ന് പറയുന്നത് അത്ര മോശം കാര്യം. അത് പ്രത്യേകിച്ച് നമ്മൾ എല്ലാത്തിനും കൊമ്പുണ്ടെന്ന് നടക്കുന്ന മലയാളികൾ കാണിക്കുന്ന അതിലും മോശം. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് പ്ലീസ്. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, അങ്ങനെ ഒരിക്കലും നമ്മൾ ആരോടും ചെയ്യരുത്. തമാശക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഡോണ്ട് ഡു ദാറ്റ്. നമ്പർ 2, അവര് മേക്കപ്പ് ഇടുന്നു എന്നുള്ളത്. മേക്കപ്പ് എന്ന് പറയുന്ന സാധനം എന്റെ അറിവിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഹൈ ഹീൽസ് എന്ന് പറയുന്ന സാധനം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിൽ നിന്നൊക്കെ മാറി എപ്പോഴോ നമ്മൾ എന്തൊക്കെയോ കാണിച്ച് അതൊക്കെ മോശമാണെന്നുള്ള രീതിയിലാക്കിക്കൊണ്ടത്. അല്ലെങ്കിൽ അതൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന രീതിയിൽ ഒക്കെ വരെ എത്തി. ഈ BTS ലോകത്തിന്റെ കണ്ണ് മൊത്തം അവരിലാണ്. അവരാണ് ഓൺ സെന്റർ സ്റ്റേജ്. അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇടാം. അതിനെ കുറ്റം പറയാൻ നമുക്ക് ആർക്കും പറ്റില്ല. കാരണം നമ്മുടെ ഇവിടെ മമ്മൂട്ടി, ലാലേട്ടനും പൃഥ്വിരാജ് എല്ലാവരും ഈ പറയുന്ന സാധനം ഇടുന്നുണ്ട് സിനിമക്ക് വേണ്ടിയാണെങ്കിൽ. ബാക്ക് ടു ദ പോയിന്റ്. ഒരു കൊറിയൻ പോപ്പ് ബാൻഡ് അമേരിക്കയിൽ വന്നിട്ട് അവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റിനെയും ഒരുപടി പുറകിലാക്കി സെന്റർ സ്റ്റേജിൽ കയറി നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കുട്ടികളായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇത്രയും നാളായിട്ട് ഓരോ പോപ്പ് ബാൻഡ്സും കൊണ്ടുവന്നിട്ടുള്ള റെക്കോർഡ്സ്, അതെല്ലാം 2 വർഷമായിട്ട് BTS നേടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് റെക്കോർഡ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പങ്കുചേരാറുണ്ട്. അത് പലപ്പോഴും പലതും അൺഡിസ്ക്ലോസ്ഡ് ആണ്, അവർ പറയാറില്ല എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഈ അടുത്ത് വന്ന ഒരു വലിയ മൂവ്മെന്റ് ആയിട്ടുള്ള ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറയുന്ന മൂവ്മെന്റിന് വേണ്ടിയിട്ട് BTS ഒരു $1 മില്യൺ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അവരുടെ ഫാൻസ്, അതായത് BTS ആർമി ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിങ്ങനെയായിരുന്നു, മാച്ച് എ മില്യൺ. അവർ കൊടുത്ത 1 മില്യൺ നമുക്ക് റേസ് ചെയ്ത് കൊടുക്കണം. അതായിരുന്നു ആ ക്യാമ്പയിന്റെ സോൾ റീസൺ. വിത്തിൻ 24 hours, 24 മണിക്കൂർ കൊണ്ട് $1 മില്യൺ നോട്ട് US ആണ്, നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ റുപ്പി അല്ല, $1 മില്യൺ അവര് കളക്ട് ചെയ്ത് കൊടുക്കേണ്ടായി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും BTS എത്രത്തോളം ഇൻസ്പയറിംഗ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം അവരുടെ ഫാൻസിനെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, വേൾഡിനെ അവർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതൊരു കാര്യം. പിന്നെ പൊതുവെ കേട്ടിരുന്ന വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് എന്നുള്ളത്. അതൊരു തെറ്റായ ധാരണയാണ്. ഇനി ഇവർക്ക് ഫാൻ ബോയ്സ് ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ കുറച്ച് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒട്ടും ഒരു ആണത്വം ഇല്ലാത്ത കുറച്ച് BTS ഫാൻസിനെ, ഫാൻ ബോയ്സിനെ ഞാനിപ്പോ കാണിച്ചു തരാം. I love the band for their message. They're giving people who are misunderstood the belief that what they're doing is right. And I think that's very important. You should love yourself. For a group that is such larger than life, that it can be so easy to like dehumanize them. Yeah. They really do a good job of keeping themselves like really like just natural and humble. And we load up and we had a blast. We got out of our seats. We got right down in the pit and broke a sweat dancing. നല്ലത് കണ്ട നല്ലതാണെന്ന് പറയുക തന്നെ വേണം. അതാണ് അതിന്റെ ഒരു മര്യാദ. അല്ലാതെ അതിന് മോശമാക്കി കാണിക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ല. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഇതിന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനൊരു എന്താ പറയാ, ഒരു വലിയ BTS ആരാധകനാണ്. അപ്പൊ എനിക്കത് നിങ്ങളോടൊക്കെ പറയണമെന്ന് തോന്നി. കാരണം അത്രയും ഒരു പ്യൂർ ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും ഒരു തരത്തിലും വേദനിപ്പിക്കാൻ ശ്രമിക്കുമോ? നമ്മളിപ്പോ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നുള്ളതല്ല, അവർ അതേപോലെ ജീവനായിട്ട് കാണുന്ന ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്, ഞാൻ അടക്കം. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒന്നും ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിന് നമുക്ക് ഒന്നും ഗെയിൻ ചെയ്യാനില്ല. സോ ലവ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക.
സ്നേഹിച്ചില്ലെങ്കിൽ വേണ്ട, ഉപദ്രവിക്കാതിരിക്കാം. ഓക്കെ, സോ We have learned to love ourselves. So now I urge you to speak yourself.